എവിടെയും നമുക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ ആ നീതിക്കായി ഒരു മാധ്യമമുണ്ട് എന്ന് ഇന്ത്യ എല്ലാ കാലത്തും സങ്കല്പിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിനെയൊക്കെ വളരെയധികം മലീമസമാക്കുന്ന രീതിയിൽ തകർന്നിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തമ്മിലുള്ള പോരാണ്. അപ്പോൾ അതിനെ അന്വേഷിക്കാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ കായിക മന്ത്രിയൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിൽ എല്ലാ റിപ്പോർട്ടർമാരും മാറുകയാണ്. ഒരു മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് അത് കേരളം വളരെ ശക്തമായി ചർച്ച ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തി എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഇടപെടലുകളാണ്. തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ 100ഉം 150ഉം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന ആളുകൾ മാധ്യമ സ്ഥാപനം വാങ്ങുകയും ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ മേൽവിലാസത്തിൽ തെറി പറയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മാധ്യമ സാംസ്കാരിക ച്യുതി അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ കാലഘട്ടത്തിലുള്ള അതുപോലെ തന്നെ കേരളത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് മഹാരഥന്മാരുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മുതൽ KP കേശവമേനോൻ അങ്ങനെ തുടങ്ങുന്നു. ഇവരെയൊക്കെ ഉണ്ടാകുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായി ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളെയൊന്നും അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്താണ് മാധ്യമധർമ്മം എന്നുള്ളത് കേരളം പഠിച്ചിരുന്നു. അതിനെയൊക്കെ വളരെയധികം മലീമസമാക്കുന്ന രീതിയിൽ തകർന്നിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിൽ പോകുന്നു. എങ്ങനെ കാണുന്നു ഈ മാധ്യമ തകർച്ചയെ? നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു ജനാധിപത്യത്തിൻ്റെ 3 തൂണുകൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ. ഈ 3 തൂണുകൾക്ക് പുറമെ ഒരു രാജ്യം പരമപ്രധാനമായി 4ാമത്തൊരു തൂണുകൂടി സങ്കല്പിച്ച് നൽകിയിട്ടുണ്ട്. അത് ഭരണഘടനയില്ലെങ്കിൽ പോലും. അതാണ് 4th എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ലോകം. കാരണം എവിടെയും നമുക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ ആ നീതിക്കായി ഒരു മാധ്യമമുണ്ട് എന്ന് ഇന്ത്യ എല്ലാ കാലത്തും സങ്കല്പിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എവിടെയും പറയാനൊരു അവസരം ലഭിച്ചില്ലെങ്കിൽ അത് പറയാനൊരിടമുണ്ട്, അത് മാധ്യമമാണ് എന്ന് സങ്കല്പിച്ച് സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് നമ്മുടേത്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വലിയ എവല്യൂഷൻ മാധ്യമരംഗത്തുണ്ടായി. പ്രിൻ്റ് മീഡിയ, അതിനുശേഷം ഓഡിയോ, അതുപോലെ തന്നെ ടെലിവിഷൻ, ഇപ്പോൾ സോഷ്യൽ മീഡിയ. ഈ സങ്കേതങ്ങളെല്ലാം വന്നതിന് ശേഷം മാധ്യമരംഗത്ത് സമഗ്രമായിട്ടുള്ള മാറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മാധ്യമ സ്ഥാപനത്തിനൊരു ചീഫ് എഡിറ്റർ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലും നമ്മുടെ സ്വന്തം മാധ്യമത്തിൽ ഇരുന്നു കൊണ്ടാണ്. അങ്ങനെ ഓരോ വ്യക്തിക്കും ഒരു മാധ്യമം, ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ആരംഭിച്ച് അവൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുന്ന നവമാധ്യമ കേന്ദ്രങ്ങളുടെ മുന്നിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള സമരമേത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇന്ന് നമ്മൾ ഡൽഹിയിൽ കണ്ട സമരമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഘട്ടത്തിലും ഒരു തീരുമാനത്തിലും ഒരു മാറ്റവും വരുത്താൻ തയ്യാറാകാതെ അതിശക്തമായിട്ടുള്ള ഒരു ഏകഛത്രാധിപതിയെപ്പോലെ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി എടുക്കുന്ന ഒരു തീരുമാനത്തെ പോലും അട്ടിമറിക്കാൻ ശേഷിയില്ലാതെ ഒരു രാജ്യം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് CJP എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഇന്ത്യയുടെ സമരമുഖത്തേക്ക് പാഞ്ഞു വരുന്നത്. 2.5 കോടി ജനങ്ങൾ ഒരേ ഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം പേജ് ലൈക്ക് ചെയ്യുകയും അവരെ പിന്തുണയ്ക്കുകയും സ്വന്തമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി മുദ്രാവാക്യങ്ങളും രൂപങ്ങളും ഉണ്ടാക്കുകയും ഇന്ത്യ മുഴുവൻ, ഇന്ത്യയിലെ യുവതയെ ഒന്നാകെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ജന്തർ മന്ദറിലേക്ക് ആ സമരത്തിൻ്റെ കൊടുങ്കാറ്റ് ഫിസിക്കലായി ആഞ്ഞു വീശുകയും ചെയ്തപ്പോൾ നരേന്ദ്രമോദി സർക്കാരിലെ ഒരു മന്ത്രി ചരിത്രത്തിലാദ്യമായി സമരാങ്കണത്തിൻ്റെ മുമ്പിൽ അടിപതറി വീഴുന്നത് നമ്മൾ കണ്ടു.
ഈ ഒരു മാറ്റം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള കാരണം മാധ്യമരംഗത്തെ വിപ്ലവകരമായിട്ടുള്ള പരിവർത്തനമാണ്. ആ പരിവർത്തനം നടക്കുന്ന ഇന്ത്യക്ക് ഒട്ടും ഭൂഷണമല്ലാത്തൊരു ശൈലിയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് സഹായഹസ്തം നൽകിയിട്ടുള്ള മാധ്യമങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്നേഹാക്ഷര പ്രപഞ്ചം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിട്ടുള്ള മാതൃഭൂമി ഉൾപ്പെടെയുള്ള, മലയാള മനോരമ ഉൾപ്പെടെയുള്ള, ദീപിക ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് ജന്മം നൽകിയ ഒരു നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പത്രത്തിനെതിരെ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു വാർത്തയുണ്ടെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ പേര് പോലും പരാമർശിക്കാതെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം മറ്റു മാധ്യമങ്ങൾ വാർത്ത നൽകുന്നൊരു സാഹചര്യം എത്രയോ കാലം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തമ്മിലുള്ള പോരാണ്. ആ പോരാട്ടം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തെ ഒന്നാകെ അപമാനം കൊണ്ട് തലതാഴ്ത്തുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് കേരളത്തിൻ്റെ മാധ്യമ ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്? മാധ്യമ ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വലിയ മുദ്രാവാക്യമാണ്. സമൂഹത്തിൻ്റെ 4ാം കണ്ണാണ് മാധ്യമലോകം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറി ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ എന്നുള്ള രീതിയിലേക്ക് മാധ്യമലോകം മാറി. റേറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്ന മത്സരാന്തരീക്ഷം അതിശക്തമായി കേരളത്തിൻ്റെ മണ്ണിൽ എഴുന്നേറ്റപ്പെട്ടു. അതുപോലെ തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. അച്ചടക്കത്തോടുകൂടി ഒരു വാർത്താ അവതാരകൻ വന്ന് വാർത്ത വായിക്കുക, അല്ലെങ്കിൽ ഒരു വാർത്താ അവതാരകൻ മോഡറേറ്ററായിരുന്ന് ചർച്ചയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും പ്രതിനിധികളെ വിളിച്ച് അവിടെ ഒരു ചർച്ച, ഒരു ഡിബേറ്റ്, ആരോഗ്യപരമായിട്ടുള്ള ഒരു ഡിബേറ്റ് നടത്തി അതിനകത്ത് നിന്നൊരു റിസൾട്ട് ഉണ്ടാക്കി പിരിഞ്ഞു പോവുക എന്നതിന് പകരം ഒരേ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യത്യസ്ത മാധ്യമ പ്രവർത്തകന്മാർ തമ്മിൽ വിവിധ പാർട്ടികളുടെ ചട്ടം കെട്ടി പരസ്പരം കലഹിച്ച് ഈ നാടിനെ ആകെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിഷ്വൽ മീഡിയ സംസ്കാരം കേരളത്തിൻ്റെ മണ്ണിൽ ഉയർന്നു വന്നു. അതുമാത്രമല്ല, ഈ പഴയ കാലത്ത് മലയാള മനോരമ, അതുപോലെ മാതൃഭൂമി, ദീപിക എന്നൊക്കെ പറയുന്ന വളരെ പാരമ്പര്യമുള്ള പത്രം എന്നതിലുപരി അത് നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾ, അവരിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കേരളത്തിലെ ചാനലുകളുടെ അതായത് നടത്തിപ്പുകാർ, മുതലാളിമാർ എന്നൊക്കെ പറയുന്നത് അവർ ഉണ്ടാക്കി വെച്ച ആ പണത്തിൻ്റെ സ്രോതസ്സൊക്കെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് അവരുണ്ടാക്കിയ പണത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് അത്തരത്തിലാണെങ്കിൽ അവരുടെ ധർമ്മവും അല്ലെങ്കിൽ അവർ പാലിക്കേണ്ടുന്ന അവർ മുന്നോട്ട് വെക്കുന്ന മാധ്യമ സംസ്കാരവും അതുപോലെ ആയിരിക്കില്ലേ? അത് വലിയ അപകടമല്ലേ? ആ അപകടമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്വദേശാഭിമാനിയെ കുറിച്ചിട്ട് ഒരു മാധ്യമ വിദ്യാർത്ഥി അറിയാതെ പോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ തൂലികയുടെ ശക്തി, അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന മാധ്യമ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിലയുറപ്പിച്ച ആളുകളുടെ ശക്തി, അവരുടെ അക്ഷരശക്തി ഒക്കെ വലിയ വിപ്ലവമായിരുന്നു കേരളത്തിൻ്റെ മണ്ണിൽ. കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തി എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഇടപെടലുകളാണ്. ഒരു മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് അത് കേരളം വളരെ ശക്തമായി ചർച്ച ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമര പോരാട്ടത്തെ ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാർത്തയാക്കി മാറ്റുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സമൂലമായി മാറി. ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് തന്നെ നമ്മൾ വന്നാൽ എന്തൊരു ദുർഗതിയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തെ തുടർച്ചയായി ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മേൽവിലാസം പേറി നിൽക്കുന്ന ആളുകൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ കേരളത്തെ സംബന്ധിച്ച് ഒട്ടും ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്താണ് അവരുടെ പ്രൊഫൈൽ? ഇപ്പോൾ ഉദാഹരണത്തിന് ആ 3 സഹോദരന്മാരിൽ ഒരു സഹോദരൻ ഒരു വാർത്താ മാധ്യമത്തിൻ്റെ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിബേറ്ററായിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുന്നത് നമുക്കറിയാം.
അദ്ദേഹം ഓരോ വിഷയത്തെയും വളരെ പെരിഫറലായി കണ്ടുകൊണ്ട് അതാത് ദിവസത്തെ ഒരു പോരാട്ടത്തിനുള്ള ഒരു കോഴി അംഗത്തിനുള്ള ഒരു വിഷയമായിട്ട് കാണുകയും അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിരിക്കേണ്ട ഗതികേടിലേക്ക് മറ്റ് ഉന്നതരായിട്ടുള്ള മാധ്യമപ്രവർത്തകന്മാർ മാറുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ച് കേസുണ്ടാവാം. കാരണം അദ്ദേഹം പത്രത്തിൽ വാർത്ത എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഡിഫോമേഷൻ കേസ് ഉണ്ടാവാം, അദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള കേസുകൾ ഉണ്ടാവാം. പക്ഷേ അങ്ങനെയൊന്നുമല്ലല്ലോ മറ്റു പല കേസുകൾ, പ്രത്യേകിച്ചിട്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ, തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ 100ഉം 150ഉം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന ആളുകൾ മാധ്യമ സ്ഥാപനം വാങ്ങുകയും ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ മേലുലാസത്തിൽ തെറി പറയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മാധ്യമ സാംസ്കാരിക ച്യുതി അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശ്രീ ആൻറ്റോ അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം അത് യഥാർത്ഥത്തിൽ ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ? അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമധേയത്തിലുള്ള സ്റ്റേഡിയം നവീകരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മരമുറി ഉൾപ്പെടെയുള്ള കേസുകൾ, ഈ കേസുകളെല്ലാം പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു അപകടം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ഈ ഇപ്പോൾ റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകളിൽ പ്രവർത്തിക്കുന്ന നല്ല ഇരുത്തം വന്ന ജേർണലിസ്റ്റുകൾ, ഈ പത്രപ്രവർത്തകരൊക്കെ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് ഈ പറയുന്ന മരം കൊള്ള പോലെയുള്ള സംഭവങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. അപ്പോൾ അതിനെ അന്വേഷിക്കാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ കായിക മന്ത്രിയൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിൽ എല്ലാ റിപ്പോർട്ടർമാർ മാറുകയാണ്. യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്ന ചാനലുകൾക്കെതിരെ വരുന്ന അവരുടെ കള്ളത്തരത്തിനെതിരെ പറയുന്നവർക്കെതിരെയൊക്കെ വാർത്തകൾ നൽകാൻ അവരുടെ റിപ്പോർട്ടർമാർ തയ്യാറായി നിൽക്കുന്നു. ഇത് വലിയൊരു അപകടമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു കോർപ്പറേറ്റ് കമ്പനി എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധത, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പുലർത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ സോഴ്സ്, ഒരു മാധ്യമപ്രവർത്തന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സോഴ്സ് എന്ന് പറയുന്നത്. തല പോയാലും സോഴ്സ് റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സത്യസന്ധത, ധാർമ്മികത, ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നവനെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത്. അതൊക്കെ കേരളത്തിൻ്റെ മണ്ണിൽ തകിടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ മുതലാളിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോവുക, അതിനുവേണ്ടി ഏത് സത്യത്തെയും കളവാക്കി മാറ്റുക, ഏത് കളവിനെയും സത്യമാക്കി മാറ്റുക എന്നു പറയുന്ന ഒരു ദുഷിച്ച രീതി കേരളത്തിൽ വളരെ ശക്തമായിട്ട് സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമ മുതലാളിമാർ ചെക്ക് കേസിൽ പ്രതിയാവുക, കേരളത്തിലെ മാധ്യമ മുതലാളിമാർ നിരവധി വിഷയങ്ങളിൽ കുറ്റാരോപിതരായി മാറുക, അവരൊക്കെ വാറന്റ് കേസ് പ്രതികളായിട്ട് മാറുന്ന ഒരു സാഹചര്യമൊക്കെ കേരളം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, മാധ്യമപ്രവർത്തകന്മാർ പല ഭാഗങ്ങളിലും കാണിക്കേണ്ട ഒരു സദാചാരമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടാൽ ചോദ്യം ചോദിക്കുന്നത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദിക്കുന്നത് പോലെ തുടർച്ചയായി ഒരേ മാധ്യമപ്രവർത്തകൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്താ സമ്മേളനത്തിൽ കടന്നുപോയിട്ട് ആ ചോദ്യങ്ങൾ തുരിതരെ ചോദിക്കുകയാണ്. ഈ ഒരു അപകടം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കേരളത്തിലെ മാധ്യമ സംസ്കാരത്തെ പല രീതിയിൽ വിഭജിക്കപ്പെട്ടു. ഇപ്പോൾ കൈരളി എന്ന് പറയുന്നത് CPMൻ്റെ ചാനലാണ്. അപ്പോൾ കൈരളിയെ പ്രതിനിധാനം ചെയ്ത് മാധ്യമ സമ്മേളനത്തിൽ പോകുന്ന ഒരാൾ ചോദിക്കുന്നത് മുഴുവൻ CPMന് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളായി മാറുന്നു. ദേശാഭിമാനിയുടെ ലേഖകൻ പോയി CPMന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ജനം ടിവിയുടെ ലേഖകൻ പോയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ചോദ്യം ചോദിക്കുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകൾ പോയിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന രീതിയിലേക്ക് അപകടകരമായിട്ടുള്ള ഒരു ശൈലി മാധ്യമ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോർപ്പറേറ്റ് ശൈലി യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന അപകടം ചെറുതല്ല. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്താൻ പറ്റാത്തൊരു രീതിയുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ മോദിക്ക് അനുകൂലമായി നിൽക്കുന്ന മീഡിയാസ്, അതായത് അദാനിയുടെ മീഡിയാസ്,
അംബാനിയുടെ മീഡിയാസ്, അങ്ങനെ മാധ്യമ ലോകത്തെ തന്നെ മുതലാളിമാരുടെ പേരിൽ നമ്മൾ വേർതിരിച്ച് കാണേണ്ട ഒരു ശൈലി ദേശീയ തലത്തിലും ഈ കേരളത്തിൻ്റെ മണ്ണിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എടുക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷം അദ്ദേഹം ഇന്ത്യ ഭരിക്കുകയാണ്. പക്ഷേ ഈ 12 വർഷത്തിനുള്ളിൽ ഒരു മാധ്യമ സമ്മേളനം പോലും വിളിക്കാനുള്ള ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചില്ല. എന്തുകൊണ്ടാണ് കാണിക്കാത്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഹിതകരമല്ലാത്ത ചോദ്യങ്ങൾ സ്വാഭാവികമായും മാധ്യമ സമ്മേളനങ്ങളിൽ ഉണ്ടാകും. ആ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ച് അതിന് കൃത്യമായി ഉത്തരം നൽകാനുള്ള ശേഷി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇല്ലാതെ പോയതുകൊണ്ട് അദ്ദേഹം ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുന്നതിന് പകരം മാധ്യമ സമ്മേളനം തന്നെ നടത്താതെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ കേരളത്തിൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ചോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോ അങ്ങനെയല്ലല്ലോ. മാധ്യമ പ്രവർത്തകന്മാർ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യത്തിനും ഉത്തരം നൽകിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി അദ്ദേഹം ഉത്തരം നൽകുന്നു. പക്ഷേ നൽകുന്ന ഉത്തരങ്ങളെ മുഴുവൻ ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച് അസത്യത്തിൻ്റെയും അധാർമികതയുടെയും വഴിയിലൂടെ മാധ്യമപ്രവർത്തനത്തെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ CPMൻ്റെ ചാനൽ, BJPയുടെ ചാനൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചാനൽ, അല്ലെങ്കിൽ മുതലാളിയുടെ ചാനൽ എന്നുള്ള രീതിയിലേക്ക് ഒരു കൂട്ടം ആളുകൾ പോയി എല്ലാ മാധ്യമ സമ്മേളനങ്ങളെയും ഇല്ലാതാക്കുന്ന, അതിൻ്റെ ഒരു സാങ്ക്ടിറ്റി, അതിൻ്റെ വിശുദ്ധതയെ, പരിശുദ്ധതയെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ചുരുക്കി പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മലീമസമായിരിക്കുന്നു കേരളത്തിൻ്റെ 4th എസ്റ്റേറ്റ്. അതിന് കാരണഭൂതരായിട്ട് നിൽക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകൾ തന്നെയാണ്. അടിയന്തരമായി ഈ ഒരു ശൈലിക്ക് കേരളത്തിൻ്റെ മണ്ണിലെങ്കിലും മാറ്റം ഉണ്ടാവുക തന്നെ വേണം. അതല്ലെങ്കിൽ അത് മാധ്യമലോകത്തെ മാത്രമല്ല ബാധിക്കുക, അത് കേരളത്തിൻ്റെ വരാനിരിക്കുന്ന സമൂഹത്തെ ദോഷകരമായി ബാധിക്കും, കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ബാധിക്കും, കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെയും ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.